പോലീസിനും കേസിനും ഒന്നും ഗോപാലകൃഷ്ണനെയോ BJPയോ തടയാൻ പറ്റില്ല. അതൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. ഇപ്പം എൻ്റെ ഫ്ലെക്സുകൾ മുഴുവൻ കീറിക്കൊണ്ടിരിക്കുക, എല്ലാ ഫ്ലെക്സും കീറുകയാണ്. അപ്പോൾ ഫ്ലെക്സ് കീറിയാൽ ഗോപാലകൃഷ്ണൻ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? എനിക്കങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടല്ല. പക്ഷേ വികസനം ഉണ്ടാവണം. എന്തുകൊണ്ട് വികസനം ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട് പാലയൂർ പള്ളിയെ പറ്റി അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കാര്യം നോക്കുന്നില്ല? ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരു ചിന്തയുണ്ട്. ഈ കുത്തകയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആരെ നിർത്തിയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ കുത്തക അവസാനിപ്പിക്കണം. ഞാൻ നിൽക്കുന്നത് ചാവക്കാട് പൊന്നാനി വഴിയിലാണ്. പൊന്നാനിയിൽ വളരെ ഗംഭീരമായ വലിയ രീതിയിൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിലൊരു ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ട് NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ. അത് ഇവരുടെ പതാകയുടെ നിറത്തിലാണ്. ഒരു ഭാഗത്ത് പച്ചയും മറ്റൊരു ഭാഗത്ത് കാവ്യമൊക്കെയാണ്, ഓറഞ്ച് നിറമാണ്. പക്ഷേ പച്ച ഭാഗത്ത് ആണ് വളരെ വ്യക്തമായി നിങ്ങൾ കാണുന്നില്ലേ ഗുരുവായൂർ MLA മാർ 1977 BVS തങ്ങൾ തുടങ്ങി 2021 NK അക്ബർ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ വർഷവും പേരും ഇനീഷ്യലൊക്കെ കൃത്യമായി എഴുതി വെച്ചിട്ട് താഴെ 2026 എന്ന് പറഞ്ഞിട്ട് ഒരു ചോദിച്ചിട്ടിരിക്കുകയാണ്. അതിനിപ്പുറത്ത് നടുവിലൊരു ചായ ഗ്ലാസ്സൊക്കെ പിടിച്ചിരിക്കുന്ന ഗോപാലകൃഷ്ണനെ കാണാൻ കഴിയും. അതിനിപ്പുറത്ത് ഓറഞ്ച് നിറത്തിൽ 50 വർഷത്തെ അവഗണന, ഇത് മരണം മാറ്റത്തിനായി എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതാണ്. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായൊരു സന്ദേശം ഗോപാലകൃഷ്ണൻ ആളുകൾക്ക് നൽകാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ ഫ്ലെക്സ് ബോർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഗോപാലകൃഷ്ണൻ തന്നെ ചേരുന്നു നമ്മോടൊപ്പം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ ജയിക്കുക, ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ വികസനം കൊണ്ടുവരിക. ഇത്തരം ഒരു ഫ്ലെക്സ് വെച്ചതിൻ്റെ ഉദ്ദേശം എന്താ? ഇത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ചരിത്രപരമായ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രമാണ്. ഒരു നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ ചരിത്രം പറയുക എന്നുള്ളത് ഒരു സ്ഥാനാർത്ഥിയുടെ കടമയാണ്. ഞാനതിനകത്ത് കുബുദ്ധിയായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ ചരിത്രം പറയുന്നു. കാരണം പാലയൂർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അതാണ് പാലയൂർ പള്ളി. അതിനിടയ്ക്ക് ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നിങ്ങൾ നടത്തിയ പരാമർശത്തിനും ഇതുമായി ഒരു ബന്ധമുണ്ട് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അവർ കുറ്റം പറയാൻ കഴിയുമോ? ഞാൻ ഇത് പറഞ്ഞ് തീർന്നിട്ട് അത് പറയാം. പാലയൂർ പള്ളി എന്ന് പറയുന്ന ഒരു മഹത്തായ തീർത്ഥാടന കേന്ദ്രം ഈ ഗുരുവായൂരിന് തൊട്ടടുത്തുണ്ട്. പാലയൂർ ഇവരൊക്കെ ഉണ്ട്. ചാവക്കാട് ബീച്ച്. എന്തുകൊണ്ടാണ് പാലയൂർ പള്ളിയെ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പാലയൂർ പള്ളിയും അതുപോലെ ഗുരുവായൂരും അതുപോലെ തന്നെ ഈ ചാവക്കാട് ബീച്ചും കൂടി സിങ്ക് ചെയ്താൽ ഇതൊരു ഹബ്ബാണ്. ഇതൊരു തീർത്ഥാടനത്തിൻ്റെ, ഇതൊരു പിലിഗ്രിമിൻ്റെ, ഇതൊരു ടൂറിസത്തിൻ്റെ ഹബ്ബാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നില്ല? സംഭവിക്കാത്തതിൻ്റെ കാരണം ഈ കുത്തകയാണ്. ഞങ്ങൾക്കിവിടെ വികസനം ഒന്നും ചെയ്യണ്ട. വികസനം ഒന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങളെ ജയിപ്പിക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു കുത്തകയാണ്. ഈ കുത്തക തീരണം, ഈ കുത്തക മാറണം. ഈ കുത്തക കൊണ്ട് കഷ്ടപ്പെടുന്നതും നഷ്ടപ്പെടുന്നതും ഈ നാട്ടിലെ പാവങ്ങളാണ്, ഈ നാട്ടിലെ സാധാരണക്കാരാണ്. വികസനം വരേണ്ട സ്ഥലത്ത് വികസനം വരുന്നില്ല. ആ വികസനം വരാത്തതിൻ്റെ കാര്യം ഈ കുത്തക കൊണ്ടാണ്. ഈ കുത്തക അവസാനിപ്പിക്കണം. ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരു ചിന്തയുണ്ട്. ഈ കുത്തകയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആരെ നിർത്തിയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ കുത്തക അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പാലയൂർ പള്ളി അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രം, ഈ ചാവക്കാട്ടെ ബീച്ച് അടക്കമുള്ള ഇവിടുത്തെ വികസനമാണ് എൻ്റെ ലക്ഷ്യം. വികസനത്തിന് തടസ്സം നിൽക്കുന്നത് ഈ കുത്തകയാണ്. ആ രാഷ്ട്രീയ ചരിത്രം ഞാൻ ജനങ്ങളോട് പറയുന്നു. അത്ര ഞങ്ങൾ പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രവും പാലയൂർ പള്ളിയൊക്കെ ചേർന്നിട്ടുള്ളൊരു ടൂറിസം വികസനം വേണം, അല്ലെങ്കിൽ സ്പിരിച്വൽ ടൂറിസം ഇത് വേണമെന്നാണോ ആവശ്യം? തീർച്ചയായിട്ടും പാലയൂർ പള്ളി, ഗുരുവായൂർ ക്ഷേത്രം, അതുപോലെ ചാവക്കാട് ബീച്ച്, ഇതൊക്കെ വലിയ ഒരു സ്പിരിച്വൽ കേന്ദ്രങ്ങളാണ്. ഈ ചാവക്കാട് ബീച്ച് എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ബീച്ചാണ്. ആരായിരുന്നു തടസ്സം? ഇവിടുത്തെ ഈ കുത്തക തടസ്സം. ഈ കുത്തക കാരണം ഒന്നും ചെയ്തില്ലെങ്കിലും വിരോധമില്ല. വികസനം ഒന്നും വേണ്ട. ഒരു വികസനവും ഇല്ലെങ്കിലും അവർക്ക് ജയിക്കാമെന്ന തോന്നലാണ്. അല്ല, ഈ ബോർഡ് വെച്ചത് നിഷ്കളങ്കമായിട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞാലും അത് നിഷ്കളങ്കമല്ല എന്ന് അത് കാണുന്നവർക്ക് തോന്നുന്നുണ്ട്. അല്ല, ഇതിനകത്ത് രാഷ്ട്രീയ ചരിത്രമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ തന്നെ നോക്കൂ. കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, എല്ലാ തരത്തിലുമുള്ള നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ബോർഡാണ് ഇത്. ഈ മണ്ഡലത്തിൽ എല്ലായിടത്തും ഉയർത്തുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ ചരിത്രമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ നിങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. എന്താ അതിൻ്റെ തുടർ നടപടികൾ? പോലീസിനും കേസിനും ഒന്നും ഗോപാലകൃഷ്ണനെയോ BJPയോ തടയാൻ പറ്റില്ല. അതൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. ഇപ്പം എൻ്റെ ഫ്ലെക്സുകൾ മുഴുവൻ കീറിക്കൊണ്ടിരിക്കുക, എല്ലാ ഫ്ലെക്സും കീറുകയാണ്. അപ്പോൾ ഫ്ലെക്സ് കീറിയാൽ ഗോപാലകൃഷ്ണൻ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? രാത്രി 1:30 മണിക്ക് പോലീസ് വീട്ടിൽ വന്ന് തട്ടി വിളിച്ച് ഭാര്യയുടെ അടുത്ത്, എവിടെ ഗോപാലകൃഷ്ണൻ കാണണം, എന്തിന്?
എന്താ കാരണം എന്താ? ഞാൻ എന്താ വല്ല കൊലപാതക കുറ്റം ചെയ്തിട്ടുണ്ടോ? എന്നാണ് വന്നത്? അല്ല, അത് ഇനിയിപ്പം നമ്മൾ പഴയ കഥ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്കെതിരെ കേസെടുത്ത് നിങ്ങൾക്കറിയാലോ. ആ കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് തരാൻ വേണ്ടി എൻ്റെ പിന്നാലെ, ആ കേസുമായി ബന്ധപ്പെട്ട് എന്നെ കാണണം. എന്തിനാന്നേ? എന്താ കാരണമോ? ഞാൻ കോഡ് ഓഫ് കോണ്ടക്റ്റ് വയലേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നാ പറഞ്ഞത്. ഈ നിങ്ങളിപ്പോൾ പറയുന്നു ഇത് വലിയ വിവാദമാണെന്ന്. നിങ്ങളിതിനകത്തേക്ക് നോക്കൂ. ഈ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ രാഷ്ട്രീയ ചരിത്രം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറയും. പാലയൂർ പള്ളിയെയും ഗുരുവായൂർ ക്ഷേത്രത്തെയും അതുപോലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചാവക്കാട് ബീച്ച്, ചാവക്കാട് എന്ന് പറയുന്ന പ്രദേശം, ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ചാവക്കാടിൻ്റെ വികസനമാണ് പറയുന്നത്. ഈ വികസനമൊന്നും വേണ്ട. എന്താ കാരണം? വികസനം വേണ്ട. കാരണം ഞങ്ങൾ അതല്ലാതെ ജയിക്കും. ഞങ്ങൾക്കൊരു കുത്തകയുണ്ട്. ആ കുത്തകയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. താങ്കൾ പറയുന്ന രാഷ്ട്രീയ മണ്ഡലത്തിൽ പേര് പിടിക്കുന്നുണ്ടോ? ഞാൻ ജയിക്കും. ഞാൻ ജയിക്കാനാണ് മത്സരിക്കുന്നത്. ഞാൻ ജയിക്കും. ജനങ്ങളുടെ ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ജയിക്കും. ഈ ചോദ്യം ഞാൻ ഉയർത്തിയത്, പാലയൂർ പള്ളിയുടെ വിഷയം ഞാൻ ഉയർത്തിയത് ഈ നാട്ടിലെ ക്രൈസ്തവരുടെ മനസ്സിലുള്ള വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിലായാലും ഈ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ ഈ ചാവക്കാട് ബീച്ച് ഡെവലപ്പ് ചെയ്താൽ, ഈ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു വലിയ ടൂറിസം വന്നാൽ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഈ നാട്ടിൽ പ്രയോജനം ഉണ്ടാവാൻ പോകുന്ന ആർക്കാ? അപ്പോൾ എല്ലാ മതവിഭാഗങ്ങളെയും ജാതി വിഭാഗങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനീ പറയുന്നത്. എനിക്കങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടല്ല. പക്ഷേ വികസനം ഉണ്ടാവണം. എന്തുകൊണ്ട് വികസനം ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട് പാലയൂർ പള്ളിയെ പറ്റി അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കാര്യം നോക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആ ചാവക്കാട്, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളിപ്പോൾ പോകുമ്പോൾ ആ ചാവക്കാട് ബീച്ചിൽ കുടിവെള്ളം വെച്ചിട്ടുണ്ട്. ആ ടാപ്പ് ഈ MLA 75 ലക്ഷത്തിന് വെച്ച കുടിവെള്ളം, അതിനകത്ത് വെള്ളമില്ല, വായു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉയർത്തിക്കാട്ടിയിട്ടാണ് പ്രചരണം. അത്രയേ ഉള്ളൂ. അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എത്ര വിവാദമുണ്ടാക്കുന്നു എന്ന് ആര് പറഞ്ഞാലും ശരി, ജനങ്ങൾ അംഗീകരിക്കുന്നു. ഞാൻ ജയിക്കും. ഓക്കെ, താങ്ക് യു.